നോമ്പിൽ 50-ാം ദിവസം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി പോവുക എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനമാണ്. ഇരുളിനപ്പുറത്ത് വെളിച്ചത്തിൻ്റെ വറ്റാത്ത സമുദ്രമുണ്ടെന്ന്, പരാജയത്തിനപ്പുറത്ത് വിജയത്തിൻ്റെ വലിയ ആഘോഷമുണ്ടെന്ന്, നിരാശയ്ക്കപ്പുറത്ത് പ്രത്യാശയോടെ നിറഞ്ഞ പുലരിയുണ്ടെന്ന് യേശുവിൻ്റെ ഉയിർപ്പ് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. മരണത്തിൻ്റെ ശക്തിയെ തോൽപ്പിക്കുകയും ജീവനെ ആഘോഷിക്കുകയും ചെയ്യുന്ന അനുഭവമാണിത്. കല്ലറയ്ക്ക് വന്ന സ്ത്രീകൾക്ക് ഭയപ്പെടേണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ഉയർപ്പിൻ്റെ സന്ദേശം ലഭിക്കുന്നതോടൊപ്പം ഈ സദ്വാർത്തയുമായി ഗലീലയ്ക്ക് പോകുവാനുള്ള ഉത്തരവാദിത്വവും ലഭിക്കുന്നു. ഉയർപ്പിൻ്റെ സന്ദേശം കേവലം വ്യക്തിഗതമായ ഒരനുഭവമായി തീരാതെ ഈ ലോകത്തോട് ഈ ഉയർപ്പിൻ്റെ സന്ദേശം പങ്കുവെക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കേവല ചരിത്ര സംഭവമായി പരിമിതപ്പെട്ടു പോകാതെ ഉയർപ്പിൻ്റെ പങ്കുകാരും സാക്ഷികളുമാകുവാൻ ഉദ്ധിതൻ നമ്മെ നിയോഗിക്കുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ നമുക്ക് അനുഭവമാകണം. മാർത്തോമാ സഭ സുവിശേഷ വിഹിത സഭയാണ്. ഈ ലോകത്തോട് ഉയർപ്പിൻ്റെ സന്ദേശം അറിയിക്കുവാൻ നാം നിയോഗിതരാണ്. അപ്രകാരം സമർപ്പിത ജീവിതങ്ങളെ സുവിശേഷ വേലയ്ക്കായി ഒരുക്കുന്ന സഭയുടെ സ്ഥാപനമാണ് തിരുവല്ലയിലുള്ള എപ്പിസ്കോപ്പൽ ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവാഞ്ചലിസം. കഴിഞ്ഞ 60-ൽ പരം വർഷമായി ഈ ഉദ്ദേശ ലക്ഷ്യത്തോടെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. സുവിശേഷം പങ്കുവെക്കുവാൻ താല്പര്യമുള്ള ഒരു തലമുറ രൂപപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ പങ്കുചേരാം. നമുക്ക് ശീലിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് വിശ്വാസം ഏറ്റുപറഞ്ഞ് തോമാസ് ലീഹ ഭാരതത്തിൽ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ മാതൃക കാണിച്ചു തന്നു. ഭാഷയ്ക്കും ദേശത്തിനും വംശത്തിനും അപ്പുറം ഉയർപ്പിൻ്റെ സന്ദേശം ലോകത്തോട് പ്രഘോഷിക്കുവാനുള്ള നിയോഗം നമുക്ക് ഏറ്റെടുക്കാം. ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവൻ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിൻ എന്ന നിയോഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആയതിനാൽ ഉദ്ധാനം നൽകുന്ന പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ട് സാക്ഷ്യത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഏവർക്കും ഈസ്റ്റർ ആശംസകൾ.